ഹലോ എവരിബഡി, ഞാൻ രേഖ. രാജം പ്ലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ കാണുന്ന ഈ പ്ലാൻസൊക്കെ നെറ്റ് പോട്ട് സൈസ് അല്ലെങ്കിൽ ജിഫി സൈസ് പ്ലാൻസ് സെയിലിനായിട്ട് വന്നവയാണ്. കൂടുതലും അലോക്കേഷ്യ വെറൈറ്റിയും ഫിലോഡൻഡ്രോൺ വെറൈറ്റീസുമാണ് ഈ കാണുന്നവയൊക്കെ തന്നെ. ബ്ലാക്ക് വെൽബെറ്റ് ഉണ്ട്, ആമസോണിക്ക ഉണ്ട്, അങ്ങനെ കുറേ വെറൈറ്റീസൊക്കെയാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ടേ, എൻ്റെ ഈ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവരുടെയും വീഡിയോ കാണുന്നവരുടെയും ഒക്കെ ഓരോരോ കൺസേണുകളെ നമ്മളോട് വളരെ ശ്രദ്ധയാണ്. ഓരോരുത്തരൊക്കെ ഈ വ്ളോഗൊക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ പറയാറുണ്ട്, ഓരോരുത്തരിങ്ങനെ അവർക്ക് വലിയ വിളിച്ചു പറഞ്ഞു അങ്ങനെ ശ്രദ്ധയാണ്, ഇങ്ങനെ ശ്രദ്ധയാണ്, വലിയ കെയറാണ് നമ്മളുടെ കാര്യത്തിലെന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അതൊക്കെ വെറുതെ ആയിരിക്കുമോ എന്ന്. പക്ഷേ ഇപ്പോൾ എൻ്റെ 2-3 അനുഭവം വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണമെന്ന് വിചാരിച്ചത്. ഇതിനു മുമ്പ് ഞാൻ ഒരിക്കൽ എൻ്റെ മോൻ ഇവിടെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി വന്നപ്പോൾ ഞാൻ മരിച്ചവൻ ചുമ്മാതിരിക്കില്ല, അവനൊരു ജോലിയാകട്ടെ എന്ന് കരുതിയിട്ട് അവനെ കൊണ്ട് വോയിസ് കൊടുപ്പിച്ചു ഒരു ഷോർട്സിനോ എന്തോ. അപ്പോൾ അത് അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ എനിക്ക് മെസ്സേജ് വന്നു, നിങ്ങൾക്ക് എന്ത് പറ്റി, വോയിസ് എന്താ മാറിയിരിക്കുന്നത്, സുഖമില്ലേ, അങ്ങനെ കുറേ പേര് അന്ന് മെസ്സേജ് ഇട്ടിരുന്നു. അപ്പം ഞാൻ അന്ന് വിചാരിച്ചു, പിന്നെ ആ ഒരു ഇൻസിഡൻറ്റ് കൊണ്ട് ചോദിക്കണ്ടല്ലോ എന്ന് കരുതി. ഇപ്പോൾ ഈ ഞാനിട്ട ലാസ്റ്റ് വീഡിയോയിൽ അത് നല്ല വെയിലുള്ള സമയത്ത് എടുത്തതായിരുന്നു ആ വീഡിയോ. അപ്പം ഞാൻ അതിൻ്റെ പ്രോബ്ലം കാണും, ക്ലാരിറ്റി കുറവായിരിക്കുമെന്ന് ചിന്തിച്ചാണ് ചെക്ക് ചെയ്ത് നോക്കി. ഏകദേശം ഒരു 4 മിനിറ്റ് വരെ പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശരിയായിട്ടുണ്ടാകുമെന്ന് കരുതി വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജസ് വരാൻ തുടങ്ങി. ആ വീഡിയോയ്ക്ക് ലാസ്റ്റ് പാർട്ട് ക്ലിയർ അല്ല, അത് ഒരാളൊന്നും അല്ല. അപ്പോൾ കുറേ പേര് മെസ്സേജ് ഇട്ടു, ഇങ്ങനെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവാണ്, കാണുന്നില്ല എന്ന്. അപ്പോഴാണ് ഞാനും ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ഓരോ ഇൻസിഡൻറ്റ് വരുമ്പോഴാണ് വിചാരിക്കുന്നത്, എത്രയോ ആൾക്കാർ നമ്മുടെ ഇടുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ട് ഉടൻ തന്നെ കാണുന്നുണ്ടല്ലോ, അപ്ലോഡ് ചെയ്യുമ്പം സ്ഥിരമായി കാണുന്നവരുണ്ട് കുറേ പേര്. അപ്പോൾ ഉടനെ കാണുകയും ചിലരൊക്കെ ആണെങ്കിൽ എല്ലാ വീഡിയോയ്ക്കും മെസ്സേജ് ഇടുന്നവരുണ്ട്. മെസ്സേജൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാം. കമൻസ് ഇടുന്നവരുണ്ട്, കമൻസ് ഇടുന്ന അങ്ങനെയുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട്. ഈ കണ്ട ജിഫിയുടെ സൈസ് വരിക ഇതാണ്. അതിനാണ് ഞാനൊരു ടേപ്പ് വെച്ചിട്ട് ഈ പ്ലാൻസ് ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം DTDCയുടെ ഡിലേ ആണ്. എല്ലാ പ്രാവശ്യവും പണ്ടൊക്കെ DTDC ഓണമൊക്കെ അടുക്കുമ്പോഴായിരുന്നു അവരുടെ കൊറിയറിന് ഡിലേ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ പക്ഷേ അതിന് മുമ്പ് തന്നെ പ്ലാൻസൊക്കെ കുറച്ച് 2 ആഴ്ച കൊണ്ട് തന്നെ ഞങ്ങളുടെ ഇവിടെ നിന്നൊക്കെ ഡിലേ ആയിട്ട് നെക്സ്റ്റ് ഡേ കിട്ടേണ്ടിടത്തൊക്കെ 2-3 ദിവസമായിട്ടാണ് കിട്ടുന്നത്. തമിഴ്നാടൊക്കെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് തമിഴ്നാട്ടിലൊക്കെ കൊറിയർ കിട്ടുന്നത്. അത് നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ വേണമല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. 2 ദിവസം കൊണ്ടൊക്കെ കിട്ടിയില്ലെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അവരോട് എന്തെങ്കിലും എവിടെയെങ്കിലും കെട്ടിക്കിടക്കുവാണോ എന്താണെന്നൊക്കെ ഒന്ന് അന്വേഷിക്കുമെങ്കിലും ചെയ്യാൻ പറ്റും. പ്ലാൻസൊക്കെ DTDC ത്രൂവോ സ്പീഡ് പോസ്റ്റ് ത്രൂ ആണ് അയക്കുക. ആർക്കെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ കുറേ പ്ലാൻസും ഉണ്ട്, അഗ്ലോണിമകളൊക്കെ ഉണ്ട്. പുതിയതായിട്ട് കിട്ടിയ കുറച്ച് നോർമൽ വെറൈറ്റീസാണ്. അവയും ഈ വീഡിയോയുടെ അടുത്ത പാർട്ടിൽ തുടർന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്, എൻഡ് വരെ കൂടെ കാണണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉള്ളവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടല്ലേ നമുക്കൊക്കെ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇങ്ങനെ വരുന്ന ജിഫിയിലെയൊക്കെ പ്ലാൻസ് ഇതുപോലൊരു ചെറിയ പോട്ടിൽ സോയിൽലെസ് പോട്ടിംഗ് മിക്സാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചകിരിച്ചോറ്, ചകിരിയുടെ മുറികൾ, പെർലൈറ്റ്, കമ്പോസ്റ്റ്, പിന്നെ ബാസക്കോട്ടയുടെയും DAPയുടെ ഒക്കെ 1-2 തരികളുമുണ്ട്. പിന്നെ അതൊരു ചെറിയ പോട്ടിലോട്ട് കുറച്ചിട്ടിട്ട് ഇതിങ്ങനെ അതിലോട്ട് ഇറക്കി വെക്കും. പിന്നെ വെള്ളം ഒഴിക്കും. ഇടയ്ക്കിടയ്ക്ക് 18 NPK അത് സ്പ്രേ ചെയ്തും കൊടുക്കും. പിന്നെ സാഫ് സ്പ്രേ ചെയ്യും. പിന്നെ ഒരു സൺലൈറ്റൊക്കെ കിട്ടുന്ന പോലുള്ള എവിടെയെങ്കിലും ആയിരിക്കും ഇതൊക്കെ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെയാണ് വളരുക, ഇലകളൊക്കെ സൈസൊക്കെ വലുതാവുകയും പുതിയ ഇലകൾക്ക് കളർ വരികയും എല്ലാം ചെയ്യുന്നത്.
പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ പോട്ട് മാറ്റി കൊടുക്കും. ഇത് വലുതാകുന്നതനുസരിച്ച് നെക്സ്റ്റ് സൈസിലേക്കുള്ള പോട്ടിലേക്ക് മാറ്റും. ഞാൻ എൻ്റെ ഏത് ജിഫിയോ നെറ്റ് വരുന്ന പ്ലാന്റ്സും ഇങ്ങനെ തന്നെയാണ് നടുന്നത്. പിന്നെ ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നത് മാത്രം, എന്നും നമ്മൾ മണ്ണിലുള്ള ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്ന പോലെ വെള്ളം ഒഴിക്കത്തില്ല. അതുമാത്രമല്ല, ഇപ്പം ഇന്ന് ഒഴിച്ചെങ്കിൽ ആ ചകിരിക്ക് നനവുണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഇനി അഗ്ലോണിമ വരുന്നത്. ഇത് സിയാം ഡയമണ്ട് എന്ന ഐഡിയിലുള്ള വരുന്നൊരു പ്ലാന്റാണ്. വലിയ പ്ലാന്റ് തന്നെയാണ്. 390 രൂപയാണ് ഇതിന് പ്രൈസ് വരിക. 490 450 ഒക്കെ മുൻപ് സെയിൽ ചെയ്തിരുന്നതാണ്. ഒരു പ്ലാന്റേ ഉള്ളൂ. ഈ കാണുന്നത് മിൽക്കി വേ ആണ്. മിൽക്കി വേയുടെ കൂടെ ഒരു വലിയതായ ഒരു ഷൂട്ട് കൂടെയുള്ള ഈ പ്ലാന്റിൻ്റെ പ്രൈസാണ് കൊടുത്തിരിക്കുന്നത്. ആർക്കെങ്കിലും വേണമെങ്കിൽ വീഡിയോയുടെ ആദ്യം വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് മെസ്സേജ് ഇടുക. സിംഗിൾ പ്ലാന്റ് അല്ല, ഒരു കുഞ്ഞു തൈയും കൂടെ ഉള്ളതാണ്. കുഞ്ഞൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ ഐഡിയ എന്തോന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. ഈ കുറച്ച് വലിയ പ്ലാന്റ് തന്നെയാണ്. ഈ 160 രൂപ നല്ലൊരു സീഡ്ലിങ്സ് വാങ്ങിക്കണമെങ്കിൽ തന്നെ നമ്മളൊരു 100 വെറൈറ്റി അനുസരിച്ച് അത് 100 മുകളിലോട്ട് വരും. അപ്പോൾ ഇത്രയും വലിയ പ്ലാന്റിന് ഇതാണ് പ്രൈസ്. വളരെ എല്ലാവർക്കും വാങ്ങാവുന്ന തരത്തിലുള്ള പ്രൈസാണ്. പിന്നെ ഇതിൻ്റെയും ഏകദേശം അതുപോലെ തന്നെ ഇരിക്കുമെങ്കിലും നാരോ ലീഫാണ്. മറ്റേത് കുറച്ചൊരു ബോക്സറിൻ്റെ പോലുള്ള ലീഫാണെങ്കിൽ ഇത് നാരോ ലീഫായിട്ട് വരുന്ന ഒരു പ്ലാന്റാണ്. ചില പ്ലാന്റിൻ്റെ ഒന്നും ഐഡി കൃത്യമായിട്ട് അറിയത്തില്ല, അതാണ് ഈ ഐഡി പറയാത്തത്. ഇത് അഞ്ചുമാനി പിങ്കാണ്. അഞ്ചുമാനി പിങ്കിൻ്റെ ഈ പ്ലാന്റാണ്. ഇതും ചിലപ്പോൾ നമ്മൾ നല്ല ലൈറ്റിലൊക്കെ വെക്കുമ്പം ഈ ഡാർക്ക് പിങ്ക് ഏകദേശം റെഡ് പോലെയൊക്കെ ആയി വരും. ഇതും മെച്ചുവേർഡ് പ്ലാന്റ് തന്നെയാണ്. ഒരുപാട് പ്ലാന്റ്സ് ഇല്ല, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഈ കാണിക്കുന്നവയൊക്കെ. അതേസമയം നിങ്ങൾക്ക് ജയ്പോങ് റെഡോ സൂപ്പർ വൈറ്റോ ഒക്കെ വേണമെങ്കിൽ അത് ആവശ്യത്തിനുണ്ട്, അത് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ആവശ്യത്തിന്. ഇത് ബിഗ്രോയിയാണ്. ബിഗ്രോയിയുടെ ഒരു നല്ല ബിഗ്രോയി ഒരു നല്ല പ്ലാന്റാണ് കാണാൻ. അതിൻ്റെ ഇലകളൊക്കെ നല്ല വലിയ ഇലകളും ഇലയ്ക്കൊരു പ്രത്യേക തരത്തിലുള്ള കളറുകളും, പ്രത്യേകിച്ച് ഇതിൻ്റെ കളർ നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ ബിഗ്രോയി അത് സെപ്പറേറ്റ് ചെയ്ത ഒരു കുഞ്ഞു പ്ലാന്റാണ്. ഒരില മാത്രമേ ഉള്ളൂ, ഒരു കുഞ്ഞിലയും കൂടെ ഉള്ളത്. ഇതും ബിഗ്രോയുടെ ഒരു ചെറിയ പ്ലാന്റാണ്. ഇതൊക്കെ മദർ പ്ലാന്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തവയാണ്. അതാണ് ഇങ്ങനെ ചെറിയ ചെറിയ തൈകൾ ഇങ്ങനെ ഇരിക്കുന്നത്. ടിഷ്യൂ കൾച്ചർ വന്നതാണെങ്കിൽ കുറച്ച് വലുതാകുമല്ലോ. ഇത് ഇന്ത്യാന കിങ് ആണോ ക്യൂനാണോ അതിൻ്റെ ഒരു തൈയാണ്. അത് ഒരു വിലയുള്ള ഒരു പ്ലാന്റ് ആണല്ലോ, ഇന്ത്യാന കിങ്ങും ക്യൂനും ഒക്കെ. പണ്ടൊക്കെ ഇതിന് ഭയങ്കര റേറ്റായിരുന്നു, വലിയ റേറ്റായിരുന്നു. ഇപ്പോൾ കുറച്ച് അഗ്ലോണിമയ്ക്കെല്ലാം അങ്ങനെയല്ലേ, റേറ്റ് കുറഞ്ഞുകൊണ്ട് വരും. ഇതും എന്തോ ഒരു സിൽവർ അങ്ങനെ എന്തോ ഒരു ഐഡിയയിലുള്ള ഒരു പ്ലാന്റാണ്. ഇത് നല്ല പിങ്ക് കളർ നടുക്ക് വരുന്നൊരു പ്ലാന്റാണ്. ഇതും മറ്റേതിനൊരു നീളമാണ് ഇലയ്ക്കെങ്കിൽ ഇതിനൊരു റൗണ്ട് വരുന്ന ഒരു ഇലയുള്ള ഒരു പ്ലാന്റാണ്. പ്രൈസ് എല്ലാത്തിൻ്റെയും ടൈപ്പ് ചെയ്തിട്ടുണ്ട്, അതാണ് വീണ്ടും പറയാത്തത്. ഇത് റെഡ് എമറാൾഡിൻ്റെ പ്ലാന്റാണ്. കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. ഇത് ഒരു മദർ പ്ലാന്റിന് കുറേ ഷൂട്ടുണ്ടായതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തതാണ്. അതാണ് ഇങ്ങനെ വലിയതായിട്ടിരിക്കുന്നത്. ഏകദേശം ഒരേ സൈസാണ് 3 പ്ലാന്റിനും വരുന്നത്. ആർക്കെങ്കിലും ഇതിലേതെങ്കിലും പ്ലാന്റ്സ് വേണമെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു അഗെയിൻ.